ഹായ് ഓൾ, വെൽക്കം ടു PSC ബുക്ക് ഷെൽഫ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ ജോഗ്രഫിയിലെ 3rd ചാപ്റ്റർ ആണ്. ഓൾറെഡി നമ്മൾ ഫസ്റ്റും സെക്കൻഡും ഡിസ്കസ് ചെയ്ത് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3ാമത്തെ ഭൂവിഭാഗമായ ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഉത്തരപർവ്വത മേഖലയും 2ാമത്തെ ചാപ്റ്ററിൽ ഉത്തര മഹാസമതലവും ഡിസ്കസ് ചെയ്തു. ഇന്ന് 3ാമത്തെ ഭൂവിഭാഗമായ ഉപദ്വീപീയ പീഠഭൂമിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പേജിൽ തന്നെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണ് നൽകിയിരിക്കുന്നത്. അതായത് ഉപദ്വീപീയ പീഠഭൂമിയുടെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ. ഇവിടെ നമുക്കൊരു ആരവല്ലി പർവ്വതനിര കാണാൻ സാധിക്കും. ഈ ആരവല്ലി പർവ്വതനിരയ്ക്ക് തൊട്ട് താഴോട്ടായിട്ട് കാണപ്പെടുന്ന ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന ഈ ഭൂവിഭാഗത്തിനെ ആണ് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ വരയ്ക്കുന്ന ഓറഞ്ച് കളറിലുള്ള ഈ ലൈൻ പാസ് ചെയ്യുന്നുണ്ടല്ലോ, ഈ ലൈൻ പാസ് ചെയ്യുന്ന ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ എത്തിക്കുന്ന ഈ ഭൂവിഭാഗത്തിനെ ആണ് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അതായത് ഉത്തര മഹാസമതലത്തിന്റെ തെക്കുഭാഗത്ത് നമ്മുടെ പശ്ചിമഘട്ടത്തിന്റെയും പൂർവഘട്ടത്തിന്റെയും ഇടയ്ക്ക് ഉത്തര മഹാസമതലത്തിന്റെ തെക്കുഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ ട്രയാങ്കിൾ ഷേപ്പിൽ ലഭിക്കുന്ന ഈ ഭൂപ്രദേശത്തിനെ ആണ് ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഈ ഭൂപ്രകൃതി വിഭാഗത്തിന് സമുദ്രനിരപ്പിൽ നിന്നും 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെ ഉയരമാണ് ഉള്ളത്. ആ ഹൈറ്റ് നമ്മൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഉപദ്വീപീയ പീഠഭൂമിക്ക് സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് 600 മീറ്റർ മുതൽ 900 മീറ്റർ വരെയുള്ള ഉയരം. ഉപദ്വീപീയ പീഠഭൂമി എന്നറിയപ്പെടുന്ന ഈ ഭൂവിഭാഗമാണ് ഇന്ത്യയുടെ തന്നെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്നത്. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഭൗതികവും വൈവിധ്യവും വിഭവ അടിത്തറയും അവ ഇന്ത്യയിലെ ജനജീവിതത്തെ ചെലുത്തുന്ന സ്വാധീനവുമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞു ഉപദ്വീപീയ പീഠഭൂമി എന്നൊക്കെ പറഞ്ഞു. എന്താണ് പീഠഭൂമി എന്ന് വെച്ചാൽ ചുറ്റുപാടുകളിൽ നിന്നും ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും ഏറെക്കുറെ നിരപ്പാർന്നതും അതിവിശാലമായ ഉപരിതലത്തോടു കൂടിയതുമായ ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ എന്ന് പറയുന്നത്. ഈ പീഠഭൂമികളെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാൻ സാധിക്കും. അതില് ഫസ്റ്റ് വരുന്നതാണ് പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെടുന്ന പീഠഭൂമികള്. രണ്ടാമത്തേത് ആണ് പർവ്വതങ്ങളുടെ അടിവാരത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമികള്. ഇനി വൻകര പീഠഭൂമികളുമാണ് ഉള്ളത്. നമ്മളിത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും. ഇവിടെ ഇവർ ചോദിച്ചിട്ടുണ്ട്, ഉപദ്വീപീയ പീഠഭൂമി പൂർണ്ണമായോ ഭാഗികമായോ ഉൾപ്പെട്ട സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്ന്. ഇതിന് തൊട്ട് മുന്നേ, അതായത് നമ്മൾ നമ്മുടെ ഫസ്റ്റ് പേജിൽ തന്നെ ഉപദ്വീപീയ പീഠഭൂമി ഉൾപ്പെടുന്ന ഇന്ത്യയുടെ ഒരു മാപ്പ് നമ്മൾ കണ്ടിരുന്നു. ഇതിനകത്ത് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് മെയിൻ ആയിട്ട് വരുന്നതെന്ന്. ഇവിടെ നമ്മുടെ രാജസ്ഥാൻ വരുന്നുണ്ട്, ഗുജറാത്തിന്റെ കുറച്ച് പോർഷൻസ് വരുന്നുണ്ട്, നടുക്ക് വരുന്ന മധ്യപ്രദേശ്, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കർണാടക, കേരളം, തമിഴ്നാട്, ഗോവ, മഹാരാഷ്ട്ര, ഏകദേശം നമ്മുടെ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും, അതുപോലെ തന്നെ രാജസ്ഥാൻ, ഗുജറാത്ത്, ഇതിന്റെ താഴേക്ക് വരുന്ന മറ്റു സംസ്ഥാനങ്ങളും, മധ്യപ്രദേശ്, ഒഡീഷ, ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഏതാണ് ആൻസർ വേണ്ട? മധ്യപ്രദേശും മഹാരാഷ്ട്രയും അവർ തന്നിട്ടുണ്ട്. പിന്നെ 2 സംസ്ഥാനങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. 2 സംസ്ഥാനങ്ങളല്ല ഉള്ളത്. 2 സംസ്ഥാനം വേണമെങ്കിൽ നമുക്കിവിടെ കേരളം എഴുതാം, കർണാടക എഴുതാം, തമിഴ്നാട് എഴുതാം, തെലങ്കാന എഴുതാം, ആന്ധ്രാപ്രദേശ് എഴുതാം. ഇതെല്ലാം ഉപദ്വീപീയ പീഠഭൂമിയിൽ വരുന്ന പോർഷൻസ് ആണ്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കേണ്ടത് പടിഞ്ഞാറ് പശ്ചിമഘട്ടവും കിഴക്ക് പൂർവ്വഘട്ടവും അരികുകളായുള്ള ഉപദ്വീപീയ പീഠഭൂമി ഉത്തരേന്ത്യൻ സമതലത്തിന് തെക്കായി സ്ഥിതി ചെയ്യുന്നു. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു ഉത്തര മഹാസമതലത്തിന് തെക്കായിട്ടാണ് ഈ പറയുന്ന നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി. അതായത് ഉത്തര മഹാസമതലത്തിന്റെ താഴ്ഭാഗത്താണ് ഉപദ്വീപീയ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ ഉപദ്വീപീയ പീഠഭൂമി എങ്ങനെയാണ്? ഉപദ്വീപീയ പീഠഭൂമിക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ ഷേപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ. അപ്പോൾ ഈ ട്രയാങ്കിൾ ഷേപ്പിന്റെ ഈ പോർഷനിലാണ് നമ്മുടെ പൂർവ്വഘട്ടം വരുന്നത്. ഓക്കെ, ഇവിടെ പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന എന്താണ്? പടിഞ്ഞാറ് ഭാഗത്ത് വരുന്നത് നമ്മുടെ പശ്ചിമഘട്ടവുമാണ്. ഇത് പശ്ചിമഘട്ടം,
ഇത് പൂർവഘട്ടം, ഇത് പൂർവഘട്ടം. പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഉത്തര മഹാസമുദ്രത്തിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഈ ഉപദ്വീപീയ പീഠഭൂമിയെ നമുക്ക് രണ്ടായി തരംതിരിക്കാം. ഒന്നാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്, വെരി വെരി ഇമ്പോർട്ടന്റ്. അടുത്തത് മധ്യ ഉന്നത തടം എന്ന് പറയുന്നു. ഇനി ഡെക്കാൻ പീഠഭൂമി എന്താണെന്ന് നോക്കാം. പശ്ചിമഘട്ടം, പൂർവഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സത്പുര പർവ്വത നിരയ്ക്ക് തെക്കുള്ള വിശാലമായ ഭൂപ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും സത്പുര പർവ്വതനിരയ്ക്കും, പിക്ചറിലേക്ക് തന്നെ വരിക, ഇതാണ് നമ്മുടെ സത്പുര പർവ്വതനിര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ സത്പുര പർവ്വതനിരയ്ക്കും പശ്ചിമഘട്ടത്തിനും പൂർവഘട്ടത്തിനും ഇടയ്ക്ക് കാണപ്പെടുന്ന, ഇപ്പൊ ഈ ഓറഞ്ച് ലൈൻ വരച്ചിരിക്കുന്ന ഈ ട്രയാങ്കിൾ ഷേപ്പിൽ കാണുന്ന ഈ ഭൂപ്രദേശത്തിനെയാണ് നമ്മൾ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. അതായത് ആദ്യത്തെ രണ്ടായി തിരിക്കാമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പോർഷനാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയില് മൈക്കില നിരകൾ, മഹാദിയ കുന്നുകൾ എന്നീ മലനിരകൾ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കേ അതിരുകളാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം മൈക്കില പർവ്വതനിരകൾ ഏതാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിരിക്കാം. ഈ പറയുന്ന ഇതിന്റെ വടക്കൻ പ്രദേശമാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മുടെ ഛത്തീസ്ഗഡിലാണ് മൈക്കില പർവ്വതനിരകൾ വരുന്നത്. കണ്ടോ, ഇതാണ് മൈക്കില പർവ്വതനിരകൾ എന്ന് പറയുന്നത്. ഇതിന്റെ വടക്കൻ പോർഷൻ ആണ്, അതായത് നോർത്തിൽ വരുന്ന മൈക്കില പർവ്വതനിരകൾ. സത്പുര മൈക്കില പർവ്വതനിരകൾക്ക് താഴ്ഭാഗത്തേക്ക് പൂർവഘട്ടത്തിനും പശ്ചിമഘട്ടത്തിനും ഇടയ്ക്കായി കാണപ്പെടുന്ന ഭൂവിഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ഇനി തെക്ക് എന്നർത്ഥമുള്ള ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. ഓക്കെ, ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡെക്കാൻ എന്ന പേരുണ്ടായത്. ഇനി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ലാവ ഒഴുകി പരന്നുണ്ടായ ബസാൾട്ട്, ഗ്രാനൈറ്റ് തുടങ്ങിയ പരൽ രൂപശിലകളാണ് ഡെക്കാൻ പീഠഭൂമി രൂപം കൊള്ളുന്നത്. ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ബസാൾട്ട് എന്ന ലാവാശിലകളാൽ നിർമ്മിതമാണ്. ഈ മേഖലയെ ഡെക്കാൻ ട്രാപ്പ് എന്ന് വിളിക്കുന്നു. ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചു രൂപം കൊള്ളുന്ന കറുത്ത മണ്ണാണ് ഈ മേഖലയുടെ സവിശേഷത. റിഗർ മണ്ണ് എന്നറിയപ്പെടുന്ന ഫലഭൂയിഷ്ടിയും ജലസംഭരണ ശേഷിയുമുള്ള ഈ മണ്ണ് വേനലിലും കാർഷിക വിളകൾക്ക് സംരക്ഷണമേകുന്നു. പരുത്തി കൃഷിക്ക് ഏറെ പ്രയോജനപ്രദമായതിനാൽ ഈ മണ്ണിനെ കറുത്ത പരുത്തി മണ്ണ് എന്നും പേരുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ്. അപ്പൊ ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും പ്രധാന മണ്ണിനം ഏതാണെന്ന് ചോദിച്ചാൽ അത് കറുത്ത മണ്ണാണ്. അതായത് നമ്മൾ പറയുന്ന പരുത്തി കൃഷിക്ക് അനുയോജ്യമായ റിഗർ മണ്ണ് അല്ലെങ്കിൽ പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്ന കറുത്ത മണ്ണാണ് ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. അവിടെ പ്രധാനമായും കൃഷി ചെയ്യുന്നതും പരുത്തിയാണ്. അത് കൂടാതെ പിന്നീട് ചെയ്യുന്നത് ബാക്കി നമുക്ക് ലഭിക്കുന്ന ധാതു ലവണങ്ങളാണ് ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ ഈ പറയുന്ന ഡെക്കാൻ പീഠഭൂമിയിൽ നിന്ന് ലഭിക്കും. ഇനി നമ്മൾ ഇപ്പൊ ഡെക്കാൻ പീഠഭൂമിയുടെ കാര്യം പറഞ്ഞപ്പോൾ പശ്ചിമഘട്ടത്തിനും പൂർവ്വഘട്ടത്തിനും ഇടയ്ക്കാണ് സ്ഥിതി ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് ജസ്റ്റ് പശ്ചിമഘട്ടം എന്താണെന്ന് നോക്കാം. തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ ഏകദേശം 1600 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ മലനിരയ്ക്ക് പശ്ചിമഘട്ടം എന്നാണ് പൊതുവായി പേര്. ഈ മലനിരയാണ് ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറൻ അരിക്. വടക്കു നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഈ പർവ്വതനിരയുടെ ഉയരം കൂടി വരുന്നു. ഉപദ്വീപീയ ഇന്ത്യയിലെ ഏറ്റവും തന്നെ വലിപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി പശ്ചിമഘട്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ, കാരണം വടക്ക് നിന്നും തെക്കോട്ട് വരുമ്പോഴാണ് ഉയരം കൂടി വരുന്നത് പശ്ചിമഘട്ടത്തിന്റെ എന്ന് പറഞ്ഞു. നമ്മുടെ ഉപദ്വീപീയ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഇവിടെ എല്ലാം ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാന്ന് വെച്ചാൽ ആനമുടിയാണ്. ആനമുടി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ ആനമലയിലാണ്. കേരളം എത്തിക്കഴിയുമ്പോഴേക്കും പശ്ചിമഘട്ടത്തിന്റെ തെക്കേ അറ്റത്തേക്ക് എത്തിയല്ലോ. അപ്പൊ അവിടെയാണല്ലോ ഏറ്റവും ഹൈറ്റ് കൂടിയത് വന്നത്. അതുകൊണ്ട് തന്നെ വടക്ക് നിന്നും തെക്കോട്ട് വരുമ്പോൾ പശ്ചിമഘട്ടത്തിന്റെ ഹൈറ്റ് കൂടി വരികയാണ്. ഏറ്റവും ഹൈറ്റ് കൂടിയ പോർഷൻ ഏതാണ് പശ്ചിമഘട്ടത്തിൽ? ആനമുടിയാണ്. 2695 മീറ്റർ ഹൈറ്റുള്ള ആനമുടി സ്ഥിതി ചെയ്യുന്നത് പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നാഷണൽ പാർക്കായ ഇരവികുളം നാഷണൽ പാർക്കൊക്കെ നമുക്കറിയാമല്ലോ, ആനമല. അപ്പൊ ആനമുടി കാണുന്നതും ആനമല കാണാൻ സാധിക്കുന്നതൊക്കെ അറിയാം. പശ്ചിമഘട്ടത്തിലാണ് ഇരവികുളം നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ,
ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ആനമുടി ഏത് സംസ്ഥാനത്തിൽ സ്ഥിതി ചെയ്യുന്നു? അതിന്റെ ആൻസർ ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഇനി കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിലും അറിയപ്പെടുന്ന പശ്ചിമഘട്ട മലനിരയ്ക്ക് കർണാടക, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്നുമാണ് വിളിക്കുന്നത്. നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക, ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പശ്ചിമഘട്ടത്തിന് കർണാടകയിലും തമിഴ്നാട്ടിലും നീലഗിരി എന്ന പേരിലും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്ന പേരിലുമാണ് അറിയപ്പെടുന്നത്. തമിഴ്നാട്ടിൽ നീലഗിരിയിൽ ഉൾപ്പെടുന്ന ധോഡാബേട്ട ഈ മേഖലയിലെ മറ്റൊരു പ്രധാന കൊടുമുടിയാണ്. ധോഡാബേട്ടയുടെ ഉയരം എത്രയാണ്? 2637 മീറ്റർ. ഉയരമൊന്നും അറിഞ്ഞിരിക്കേണ്ട, ആനമുടിയുടെ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. 2695 മീറ്റർ എന്ന് പറയുന്നത്. അപ്പം ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. നീലഗിരി, അതായത് നമ്മുടെ ഊട്ടി എന്ന് പറയുന്ന ഉദ്യോഗമണ്ഡൽ നീലഗിരിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് എന്നൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? ധോഡാബേട്ടയാണ്. ഓക്കെ, ഇനി നമ്മൾ പൂർവ്വഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. പൂർവ്വഘട്ടം എന്ന് പറയുമ്പോൾ പശ്ചിമഘട്ടത്തെ അപേക്ഷിച്ച് താരതമ്യേന ഉയരം കുറഞ്ഞ ഈ കുന്നുകളാണ് പൂർവ്വഘട്ടം എന്നറിയപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ ലെങ്ത് നമ്മൾ എത്രയായിരുന്നു പറഞ്ഞിരുന്നത്? ഗുജറാത്ത് മുതൽ കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ എന്നാണ് പറഞ്ഞത്. എന്നാൽ നമ്മുടെ പൂർവ്വഘട്ടം 800 കിലോമീറ്റർ മാത്രമാണ് ലെങ്ത് ഉള്ളത്. പശ്ചിമഘട്ടത്തിലെ പ്രധാന മലനിരയായി നമ്മൾ ആനമുടി പറഞ്ഞുവെങ്കിൽ പൂർവ്വഘട്ടത്തിലും ധാരാളം മലനിരകളുണ്ട്. അതാണ് ജാവടിക്കുന്നുകൾ, പാൽക്കൊണ്ട മല, നല്ലമല, മഹേന്ദ്രഗിരി തുടങ്ങിയ മലകളുടെ സ്ഥാനം കണ്ടില്ലെന്ന്. അതായത് നമ്മളിപ്പം ഈ പിക്ചറിൽ തന്നെ ഈ കൊടുമുടികളെല്ലാം അവര് നോട്ട് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം. ഇതില് നമ്മുടെ പൂർവ്വഘട്ടം എന്ന് പറയുന്നത് ഈ പോർഷനാണെന്ന് പറഞ്ഞു. പൂർവ്വഘട്ടത്തിലെ പ്രധാന മലനിരകളാണ് നല്ലമല, പാൽക്കൊണ്ടമല, ജാവടി കുന്നുകൾ ഒക്കെ. അതേസമയം പശ്ചിമഘട്ടത്തിലാണെങ്കിൽ ധോഡാബേട്ട, ആനമുടി ഇതൊക്കെയായിരുന്നു പശ്ചിമഘട്ടത്തിലെ പ്രധാന മലനിരകൾ അല്ലെങ്കിൽ പ്രധാന കുന്നുകൾ എന്ന് പറയുന്നത്. ഇനി 800 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന പൂർവ്വഘട്ടത്തിനും 1600 കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ടത്തിനും നമ്മുടെ സത്പുര പർവ്വതനിരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അടുത്തതായി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ മധ്യ ഉന്നത തടമാണ്. അതായത് ഡെക്കാൻ പീഠഭൂമി ഫസ്റ്റ് ഭൂവിഭാഗമായിരുന്നു. ഉപദ്വീപീയ പീഠഭൂമിയെ ഡിവൈഡ് ചെയ്തത് രണ്ടാമത്തേതാണ് മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കുള്ള വിശാല പീഠപ്രദേശമാണ് മധ്യ ഉന്നത തടം. മാൾവ പീഠഭൂമി എന്നും വിളിക്കുന്നു. ഈ പ്രദേശത്തിന്റെ പടിഞ്ഞാറേ അരിക ആരവല്ലി പർവ്വതമാണ്. ദീർഘകാലമായുള്ള അപരദന പ്രക്രിയയിലൂടെ തേയ്മാനം സംഭവിച്ച പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങൾ അഥവാ അവശിഷ്ട പർവ്വതങ്ങൾ ഉദാഹരണമാണ് ആരവല്ലി നിര. പ്രധാന മലയോര വിനോദസഞ്ചാര കേന്ദ്രമായ മൗണ്ട് അബു ആരവല്ലി നിരയിലാണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് അബു എന്ന് പറയുന്നത്. അപ്പൊ മധ്യ ഉന്നത തടം ജസ്റ്റ് പിക്ചറിലൊന്ന് നോക്കിയിട്ട് വരാം. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് സത്പുര പർവ്വതനിരയ്ക്ക് മുകളിലേക്കാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് സത്പുര പർവ്വതനിര. ആ സത്പുര പർവ്വതനിരയ്ക്ക് മുകളിലേക്ക് സ്ഥിതി ചെയ്യുകയും നമ്മുടെ ഈ കാണുന്ന ആരവല്ലി പർവ്വതനിര വരെ കാണുന്ന ഈ പ്രദേശത്തിനെ ആണ് നമ്മൾ ഈ പറയുന്ന മാൾവ പീഠഭൂമി അഥവാ മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. സത്പുര പർവ്വതനിരയ്ക്ക് വടക്കായിട്ടും ആരവല്ലി പർവ്വതനിരയ്ക്ക് തെക്കായിട്ടും കാണപ്പെടുന്ന ഈ ഒരു പോർഷനാണ് നമ്മുടെ മാൾവ പീഠഭൂമി അഥവാ നമ്മുടെ മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി മധ്യ ഉന്നത തടത്തിന്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ആണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഛോട്ടാ നാഗ്പൂർ പ്രദേശം ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു വിഭവ കലവറയാണ്. ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് തുടങ്ങിയ ലോഹധാതുക്കളും ചുണ്ണാമ്പ് കല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കളും ഈ മേഖലയെ സമ്പന്നമാക്കുന്നു. ധാതുഖനനവും ധാതുഅധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഈ പ്രദേശത്തെ പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ. ഛോട്ടാ നാഗ്പൂർ നമ്മുടെ ധാതു കലവറ, ഉപദ്വീപീയ ഇന്ത്യയുടെ എന്നല്ല, ഇന്ത്യയുടെ തന്നെ ധാതു കലവറ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഛോട്ടാ നാഗ്പൂർ എന്നറിയപ്പെടുന്ന ഈ ഭൂവിഭാഗമാണ്. ഇതാണ് നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത്. അതായത് ധാരാളം അയിരുകൾ അല്ലെങ്കിൽ ധാരാളം ധാതുക്കൾ കൃഷി ചെയ്യുന്നതാണ്. ഇതാണ് രാജ്മഹൽ കുന്നുകൾ, ഇതാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ നമ്മൾ ധാരാളം ഇരുമ്പ് അയിരുകള്, ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രധാന ധാതുക്കൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും വലുതും ധാതു വ്യവസായമായിട്ട് തന്നെ ധാതു വ്യവസായം കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഈ ഛോട്ടാ നാഗ്പൂരിലാണ്. ഇനി നീലഗിരി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ സംഗമ മേഖലയിലെ മലനിരകളെയാണ് നീലഗിരി കുന്നുകൾ എന്ന് വിളിക്കുന്നത്. പ്രധാനമായും പശ്ചിമഘട്ട നിരയുടെ ഭാഗമായ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ മലയോര സുഖവാസ കേന്ദ്രമാണ് ഊട്ടി, കുനു, കോട്ടഗിരി എന്നിവ. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന ഊട്ടി ഉദ്യോഗ് മണ്ഡൽ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന്? ഊട്ടിയാണ് കുന്നുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ്. മനോഹരവും വിശാലവുമായ പുൽമേടുകളും മിതോഷ്ണ സസ്യജാലങ്ങളും സുഖശീതളമായ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും വാണിജ്യ പച്ചക്കറികളുടെ മാലിന്യമുക്തമായ പരിസ്ഥിതിയും നീലഗിരിയെ ആകർഷകമാക്കുന്നു. ജൈവ വൈവിധ്യ സമ്പന്നമായ നീലഗിരിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇന്ത്യയിലെ ആദ്യത്തെ ജൈവമണ്ഡല ഉദ്യാനം അല്ലെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് നീലഗിരി ബയോസ്ഫിയർ റിസർവ്. ഓക്കെ, അപ്പൊ നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയും ഉപദ്വീപീയ പീഠഭൂമിയുടെ സൈഡിൽ വരുന്ന പശ്ചിമഘട്ടത്തെ പറ്റിയും പൂർവ്വഘട്ടത്തെ പറ്റിയും ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഈ ഉപദ്വീപീയ പീഠഭൂമിയുടെ കാലാവസ്ഥയാണ് നമ്മൾ നോക്കേണ്ടത്. ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥയാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, ഉഷ്ണമേഖലയിലെ സ്ഥാനം. സെക്കൻഡ്, ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി. സമുദ്രത്തിൽ നിന്നുള്ള അകലം. തേർഡ് പോയിന്റ്. ഫോർത്ത് പോയിന്റ്, പർവ്വതനിരകളുടെ കിടപ്പ്. ലാസ്റ്റ് പോയിന്റ്, മൺസൂൺ കാറ്റിന്റെ ഗതി. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് പർവ്വത മേഖലകൾ ഒഴിച്ചു നിർത്തിയാൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്തെ ശരാശരി താപം എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമുക്ക് പർവ്വത മേഖലയിൽ അത്രയും ചൂടൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു നീലഗിരിയും നമ്മുടെ ഊട്ടിയൊക്കെ സ്ഥിതി ചെയ്യുന്നു. അവിടെ ഉഷ്ണമേഖലയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവിടെ 30 ഡിഗ്രി സെൽഷ്യസ് ഒന്നും ഇല്ല. പക്ഷെ ഈ പർവ്വത മേഖലകളെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി വരുന്ന ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്ത് 30 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. മാർച്ച് മാസത്തിൽ ഡെക്കാൻ പീഠഭൂമിയിലെ താപനില 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇപ്പൊ തന്നെ നമുക്ക് നിലവിൽ അനുഭവപ്പെടുന്നത് 38 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് മാർച്ച് മാസം ആയപ്പോഴും. അപ്പം അതുപോലെ ഡെക്കാൻ പീഠഭൂമിയിൽ അനുഭവപ്പെടുന്നത് 38 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. പീഠഭൂമിയുടെ ഉൾപ്രദേശങ്ങളിൽ ശൈത്യകാലത്ത് ദൈനിക താപാന്തരം വളരെ കൂടാറുണ്ട്. രാത്രി താപം ഗണ്യമായി കുറയുന്നതാണ് കാരണം. ദൈനിക താപം എന്ന് വെച്ചാൽ എന്താണ്? ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. ഇനി ഇപ്പൊ നമ്മൾ ഉപദ്വീപ് ഇപ്പൊ ഏതൊക്കെ പീഠഭൂമികളാണ് ഉപദ്വീപീയ പീഠഭൂമിയിൽ? ഡെക്കാൻ പീഠഭൂമിയുണ്ട്, മാൾവ പീഠഭൂമിയുണ്ട്, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഉണ്ടെന്നൊക്കെ പറഞ്ഞു. ഇനി ഇതൊന്നും കൂടാതെ കുറച്ച് ചെറുതും, അതായത് ഉപദ്വീപിന് പുറത്തും ചെറിയ ചെറിയ പീഠഭൂമികളുണ്ട്. അതേതാണെന്ന് നോക്കാം. രാജസ്ഥാനിലെ ജയ്സാൽമീറിൽ കാണപ്പെടുന്ന മാർബിൾ, സ്ലേറ്റ്, നൈസ് തുടങ്ങിയ കായാന്തരിത ശിലാനിർമ്മാണ ഭാഗങ്ങളിൽ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യയുടെ വടക്കു കിഴക്കിൽ വേറിട്ട് നിൽക്കുന്ന മേഘാലയ പീഠഭൂമിയും ഭൗമചലനങ്ങളാൽ പ്രധാന ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും വേർപെട്ടതാണെന്ന് കണക്കാക്കപ്പെടുന്നു. ഗുജറാത്തിലെ കച്ച് കത്യാവർ മേഖലയിലെ ശിലാതലപ്പുകൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അടുത്തത്, പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരിവ് ഒഴികെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മിക്കവാറും പ്രദേശങ്ങൾ മഴ മിതമോ വിരളമോ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ചെരിവിൽ തട്ടി ഉയരുന്ന ഈർപ്പവാഹിയായ വായു തണുക്കുകയും കാറ്റിന് അഭിമുഖമായ വശത്ത് വലിയ തോതിൽ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നു. 250 സെന്റിമീറ്റർ മുതൽ 400 സെന്റിമീറ്റർ വരെയുള്ള ഇക്കാലയളവിൽ പടിഞ്ഞാറൻ തീരത്തും പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറും ലഭിക്കുന്ന മഴ. എന്നാൽ പശ്ചിമഘട്ടത്തിന്റെ കിഴക്കേ ചെരിവിൽ താഴ്ന്നിറങ്ങുന്ന വായു ഈർപ്പരഹിതമായതിനാൽ കിഴക്കേ ചെരിവിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി പ്രദേശങ്ങൾ വിരളമായി മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ. 50 സെന്റിമീറ്ററിൽ താഴെയായിരിക്കും അവിടെ. ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നു. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? എല്ലാവർക്കും അറിയാലോ, ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത്.
ഇനി എന്താണ് മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നുണ്ട്, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. കടലിൽ നിന്നും ഈർപ്പം വഹിച്ചെത്തുന്ന കാറ്റുകൾ പർവ്വതങ്ങളിൽ തട്ടി ഉയരുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ഘനീഭവിച്ച് മഴമേഘങ്ങൾ രൂപപ്പെടുകയും പർവ്വതങ്ങളുടെ കാറ്റിന് അഭിമുഖമായ വശത്ത് ധാരാളം മഴ നൽകുകയും ചെയ്യുന്നു. എന്നാൽ പർവ്വതങ്ങളുടെ പ്രതിമുഖത്ത് താഴ്ന്നിറങ്ങുന്ന വായു പൊതുവെ ഈർപ്പരഹിതമായതിനാൽ അവിടെ മഴ കുറവായിരിക്കും. ഇത്തരം പ്രദേശങ്ങളെ മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നു. അതിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ആണുള്ളത്. ഇവിടെ ഒരു വലിയൊരു പർവ്വതം നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെയാണ് കടൽ, ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും ഈർപ്പവാഹികളായ കാറ്റ് കരയിലേക്ക് അടിച്ചു കയറും. ഇവിടെ വലിയൊരു പർവ്വതം നിൽക്കുമല്ലോ. ഇവിടെ ഇങ്ങനെ ഒരു പർവ്വതം നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഇപ്പുറത്തേക്ക് എന്തായാലും നമുക്ക് ആ കാറ്റ് കിട്ടത്തില്ലല്ലോ. അപ്പം ഈ കാറ്റുകൾ ഇവിടെ അടിക്കുകയും ആ മേഘങ്ങൾ രൂപീകരിക്കുന്നതിന് കാരണമായി ഈ മേഘങ്ങൾ തണുത്തുറഞ്ഞ് ഇവിടെ മഴയായിട്ട് ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പം ഈ പ്രദേശത്ത് എപ്പോഴും നമുക്ക് മഴ ലഭിക്കും, അത്യാവശ്യം നല്ല രീതിയിൽ മഴ ലഭിക്കും. അതേസമയം ഇതിവിടെ ഇങ്ങനെ ഒരു പർവ്വതമായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈർപ്പരഹിതമായ കാറ്റാണ് ഇപ്പുറത്തേക്ക് വരത്തുള്ളൂ. ആ കാറ്റ് അവിടെ മഴ ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം ഈർപ്പരഹിതമായതാണ്. അതുകൊണ്ട് തന്നെ ഇത് മഴ നിഴൽ പ്രദേശമായിട്ട്, ഒരു പർവ്വതത്തിന്റെ ഒരു വശം നല്ല രീതിയിൽ മഴ ലഭിക്കുകയും അതിന്റെ അപ്പുറത്തെ വശത്ത് മഴ നിഴൽ പ്രദേശമായി നിൽക്കുകയും ചെയ്യുന്നു. അതാണ് മഴ നിഴൽ പ്രദേശം എന്ന് പറയുന്നത്. ഇനി മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ താപ്തി നദികളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. ഈ കാലയളവിൽ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലും ചെറിയ തോതിൽ മഴ ലഭിക്കുന്നു. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഉത്തര മഹാസമതലം എടുത്തപ്പോൾ നമുക്ക് ലഭിക്കുന്ന രണ്ട് മൺസൂൺ തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂണിന്റെ കാര്യവും പറഞ്ഞിരുന്നു. അതിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ രണ്ട് ശാഖകളായി വരുന്നതും അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും, ആ രണ്ട് ശാഖയും കൂടി പഞ്ചാബ് സമതലത്തിൽ വെച്ച് ജോയിൻ ചെയ്യുന്ന കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും ആ ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് പോയി കാണുക. അതിൽ കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഞാൻ വീണ്ടും എടുത്ത് ബോറാക്കുന്നില്ല. അടുത്ത വടക്ക് കിഴക്കൻ മൺസൂൺ അഥവാ മൺസൂണിന്റെ പിൻവാങ്ങൽ കാലത്ത് ഉപദ്വീപീയ പീഠഭൂമിയിൽ പൊതുവെ വരണ്ട കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത്. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊള്ളുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്ത്, പ്രത്യേകിച്ച് തമിഴ്നാട് ആന്ധ്ര തീരങ്ങളിൽ വൻതോതിൽ മഴയുണ്ടാകുമെങ്കിലും പീഠഭൂമിയിലേക്ക് ഇതിന്റെ ആനുകൂല്യം എത്താറില്ല. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ് കൂടുതലായും ഉപദ്വീപീയ പീഠഭൂമിയിൽ മഴ ലഭിക്കുന്നത്. അതിന്റെ രണ്ട് ശാഖകൾ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ കാലാവസ്ഥയും കഴിഞ്ഞു. ഇനി ഉപദ്വീപീയ നദികളിലേക്ക് കിടക്കുകയാണ്. ഉപദ്വീപീയ നദികളിലേക്ക് കിടക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഉപദ്വീപീയ നദിയിലെ ഒരു പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നതിന്റെ ഒരു വശത്ത് നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലവും ഇപ്പുറം നമ്മുടെ കിഴക്കൻ തീരസമതലവുമാണുള്ളത്. പടിഞ്ഞാറൻ തീരസമുദ്രത്തിനോട് ചേർന്ന് കാണുന്ന പശ്ചിമഘട്ടവും കിഴക്കൻ തീരസമുദ്രത്തിനോട് ചേർന്ന് കാണപ്പെടുന്ന പൂർവ്വഘട്ടവും, ഈ പറയുന്ന പശ്ചിമഘട്ടത്തിനും ഈ പറയുന്ന പൂർവ്വഘട്ടത്തിനും ഇടയ്ക്ക് പീഠരൂപത്തിൽ കാണപ്പെടുന്ന ഈ പീഠഭൂമിയെയാണ് നമ്മൾ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. ഓൾറെഡി തന്നെ പറഞ്ഞു. ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ധാരാളം നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. ഇതിന് ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. അതിൽ കുറച്ച് നദികൾ കിഴക്കോട്ടും കുറച്ച് നദികൾ പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. ഇനി അങ്ങനെ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളെ നമുക്ക് പ്രധാനമായും മൂന്നായി തിരിക്കാം. കിഴക്കോട്ട് ഒഴുകി ബംഗാളിൽ ചേരുന്ന ഉപദ്വീപീയ നദികൾ ഉണ്ട്. നമ്മൾ പറഞ്ഞു കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. കിഴക്കോട്ട് ഒഴുകുന്ന നദി തീർച്ചയായിട്ടും ബംഗാൾ കടലിലെ ചെന്ന് ചേരാൻ പറ്റുള്ളൂ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എവിടെ ചെന്ന് ചേരുക? അത് തീർച്ചയായിട്ടും അറബിക്കടലിലെ ചെന്ന് ചേരുള്ളൂ. ഇനി കുറച്ച് നദികൾ, അതായത് നമ്മുടെ ഗംഗയുടെയും യമുനയുടെയും ഒക്കെ പോഷക നദികളായിട്ട് വരുന്ന കുറച്ച് നദികളുണ്ട്. അത് വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികളുണ്ട്. അതായത് ഉപദ്വീപീയ നദികളിൽ നിന്നും, ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ച് ഗംഗയിൽ ഹിമാലയൻ നദികളായ ഗംഗ, യമുന നദികളിലേക്ക് ചേരുന്ന നദികളും ഉപദ്വീപീയ പീഠഭൂമിയിലുണ്ട്. ഇനി നമ്മൾ നദികളെ പറ്റി പഠിക്കുമ്പോൾ നദികളുമായി ബന്ധപ്പെട്ട ഒരു 3 വേർഡുകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ആണ് വൃഷ്ടിപ്രദേശം എന്താണെന്ന്. ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് ആ നദിയുടെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. അടുത്തത് നീർത്തടം. ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശത്തിനെ നീർത്തടം എന്ന് വിളിക്കുന്നു. മൂന്നാമത് ജലവിഭാജകം എന്ന് പറയുന്നത്. 2 നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയെ ജലവിഭാജകം എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മുടെ പ്രധാനമായും ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി.
അതിന്റെ ഒപ്പം തന്നെ ഉള്ളതാണ് നർമ്മദാ നദിയും താപ്തി നദിയും. പക്ഷെ നർമ്മദാ നദിയും താപ്തി നദിയും പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്നു. അതേസമയം മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് ഉപദ്വീപീയ പീഠഭൂമിയെ കീറിമുറിച്ച് കിഴക്ക് ദിശയിലൊഴുകി കിഴക്കൻ തീരസമതലത്തിലൂടെ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നത്. നമ്മുടെ ബംഗാൾ ഉൾക്കടൽ പതിക്കുന്ന ഉപദ്വീപീയ നദികളായ മഹാനദി, എല്ലാ നദികളുടെയും ഉത്ഭവസ്ഥാനവും അറ്റ്ലീസ്റ്റ് SCERTയിൽ പറഞ്ഞിരിക്കുന്ന പോഷക നദികളും മസ്റ്റായും നമ്മൾ അറിഞ്ഞിരിക്കണം. എല്ലാ പോഷക നദികളും പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എല്ലാം പഠിക്കാൻ കഴിയില്ലാത്തവർക്ക് SCERTയിൽ ഇവർ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന പോഷക നദികളെങ്കിലും അറിഞ്ഞിരിക്കണം. മഹാനദി ഛത്തീസ്ഗഡിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിന്റെ പ്രധാന പോഷക നദികളാണ് ഇബ്ബ, ടെല്ല എന്ന് പറയുന്നത്. നദീതടം ഉൾക്കൊള്ളുന്ന സംസ്ഥാനങ്ങൾ ഛത്തീസ്ഗഡിൽ നിന്നും ഉത്ഭവിച്ച് മധ്യപ്രദേശിലൂടെ ഒഡീഷയിലൂടെ ബംഗാൾ ഉൾക്കടൽ അവസാനിക്കുകയാണ് മഹാനദി ചെയ്യുന്നത്. ഇനി ഗോദാവരി മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതിന്റെ പ്രധാന നദികൾ ആണ് പ്രാണഹിത, ഇന്ദിരാവതി, ശബരി. വേണമെങ്കിൽ നമുക്ക് ഓർത്തിരിക്കാം, ശബരിയുടെ പ്രാണനാണ് ഇന്ദിരാവതി എന്ന് ഓർത്താൽ മതി. പ്രാണഹിത, ഇന്ദിരാവതി, ശബരി. അതിന്റെ സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്രയിൽ നാസിക്കിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. മഹാരാഷ്ട്രയിലൂടെ ഒഴുകി മധ്യപ്രദേശിലൂടെ വന്ന് ആന്ധ്രാപ്രദേശിലൂടെ ബംഗാൾ ഉൾക്കടലിലേക്ക് പതിക്കുകയാണ് ഗോദാവരി ചെയ്യുന്നത്. ഇനി കൃഷ്ണാനദിയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ മഹാബലേശ്വരത്തു നിന്നും ഉത്ഭവിക്കുന്നു. അതെങ്ങനെ ഓർത്തിരിക്കാം? കൃഷ്ണൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭഗവാനാണ്. അപ്പൊ ഒരു ഈശ്വരനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് ഓർത്താൽ മതി. മഹാബലേശ്വരിൽ നിന്നും ഉത്ഭവിക്കുന്നു. അതിന്റെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് തുംഗഭദ്രയും ഭീമയും കൊയ്നിയുമാണ്. ഇനി അത് ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മഹാരാഷ്ട്ര, കർണാടക, ആന്ധ്രാപ്രദേശ്. മഹാരാഷ്ട്രയിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലൂടെ വന്ന് ആന്ധ്രാപ്രദേശിലൂടെ കയറി ബംഗാൾ ഉൾക്കടൽ അവസാനിക്കുന്നു. ഇനി അവസാനത്തെ നദിയാണ് കാവേരി നദി എന്ന് പറയുന്നത്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നുമാണ് കാവേരി നദി ഉത്ഭവിക്കുന്നത്. കബനി, ഭവാനി, അമരാവതി ഇതാണ് അതിന്റെ പ്രധാന പോഷക നദികൾ. കർണാടക, തമിഴ്നാട്, കേരളത്തിലൂടെ ഒഴുകുന്നു. ഓക്കെ, അതിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ട്. ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് തന്നെ ഈ പിക്ചർ ഒന്ന് വെച്ചിട്ട് ഈ നദികളുടെ ഉത്ഭവ സ്ഥാനവും അത് ചെന്ന് പതിക്കുന്നതും അത് ഒഴുകുന്ന സംസ്ഥാനങ്ങളും നോക്കിയാൽ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് നദിയുടെ ഉത്ഭവ സ്ഥാനവും അതിന്റെ പോഷക നദികളുമൊക്കെ അത്യാവശ്യമെന്ന് അറിഞ്ഞിരിക്കാൻ സാധിക്കും. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ പ്രധാനപ്പെട്ട ഉപദ്വീപീയ നദികളാണ് ഗോദാവരി, കൃഷ്ണ, കാവേരി, മഹാനദി എന്നൊക്കെ പറഞ്ഞു. ഇതിൽ നമ്മുടെ ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഗോദാവരിയാണ്. ഗോദാവരിയുടെ ലെങ്ത് 1465 കിലോമീറ്റർ ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഗോദാവരിയുടെ ലെങ്ത് എത്രയാണെന്നുള്ളത്. 1465 കിലോമീറ്റർ നീളമാണ് ഉള്ളത്. ഇനി ഗോദാവരിയെ തന്നെ നമ്മൾ ദക്ഷിണ ഗംഗ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഗോദാവരിനെ ആണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്. അതായത് നമ്മുടെ ഹിമാലയൻ നദികളില് ഗംഗയാണ് മെയിൻ ആയിട്ടുള്ളത്. അപ്പം നമ്മുടെ ഉപദ്വീപിലേക്ക് വന്നപ്പോൾ ഉപദ്വീപിലെ ഏറ്റവും വലിയ നദി ഗോദാവരിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു. ഇനി കൃഷ്ണ, കാവേരി നദികളാണ് യഥാക്രമം വലുപ്പത്തിൽ 2ഉം 3ഉം സ്ഥാനം ഇരിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്ഥാനം മാത്രം അറിഞ്ഞിരുന്നാൽ പോരാ. ചിലപ്പോൾ നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എഴുതാൻ അറിഞ്ഞിരിക്കണം. അപ്പം ഗോദാവരിക്ക് ശേഷം തൊട്ട് പുറകിലായിട്ട് കൃഷ്ണ നദിയും അതിനുശേഷം കാവേരി നദിയുമാണ് ഉള്ളത്. ഓക്കെ, ഉപദ്വീപീയൻ നദികളിൽ നീരൊഴുക്ക് പൊതുവെ കാലിക സ്വഭാവമുള്ളവയാണ്. വേനൽക്കാലത്ത് നീരൊഴുക്ക് കുറയുകയും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുകയും ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ ഹിമാലയൻ നദികൾ എന്ന് വെച്ചാൽ വർഷം മുഴുവൻ സമൃദ്ധമായി ഒഴുകുന്നുണ്ട്. കാരണം എന്താണ്? മഴക്കാലത്ത് മഴയിൽ നിന്ന് അവിടെ വെള്ളം ലഭിക്കുന്നു, അതേസമയം വേനൽക്കാലത്ത് മഞ്ഞുരുകിയും വെള്ളം ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ അവ എപ്പോഴും ജലസമൃദ്ധമാണ്. അതേസമയം ഉപദ്വീപീയ നദികളാണെങ്കിലോ മഴക്കാലത്ത് മാത്രമായിരിക്കും ജലസമൃദ്ധമായി കാണുകയുള്ളൂ. വേനൽക്കാലത്ത് അത് വറ്റി വരേണ്ട ഒരു അവസ്ഥയായിരിക്കും. ഇനി ഇവിടെ ഒരു ബോക്സിൽ അവർ കൊടുത്തിട്ടുണ്ട് കാവേരി നദീജല തർക്കം എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇത്രയേ ഉള്ളൂ. കാവേരി നദീജല തർക്കം ഏതൊക്കെ സംസ്ഥാനങ്ങൾ തമ്മിലാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. കർണാടകയും തമിഴ്നാട് എന്നീ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കിടയിൽ കാവേരി നദീജല തർക്കം ഉണ്ടായിരുന്നത്. ഇനി ഈ കാവേരി നദീജല തർക്കത്തിലൂടെ ആർക്കൊക്കെ ഗുണം ലഭിച്ചു എന്നൊരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഓപ്ഷനിൽ കർണാടകയും തമിഴ്നാടും മാത്രം കാണുമ്പോൾ നമ്മൾ ആൻസർ എഴുതും. പക്ഷെ അവിടെ അറിഞ്ഞിരിക്കുക നമ്മുടെ കേരളത്തിനും കാവേരി നദീജല തർക്കത്തിന്റെ പരിഹാരമായിട്ട് കോടതി വിധിച്ചു കഴിഞ്ഞപ്പോൾ കേരളത്തിനും കാവേരി നദിയിൽ നിന്നുള്ള വെള്ളത്തിന് അധികാരമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള അവകാശമുണ്ട് എന്നാണ് വിധിച്ചത്. കേരള സംസ്ഥാനം ഉണ്ടെന്നും അറിഞ്ഞിരിക്കുക. പക്ഷെ നദീജല തർക്കം കേരളം ഉണ്ടായിരുന്നില്ല, തമിഴ്നാടും കർണാടകയും തമ്മിലായിരുന്നു. ഇനി കാവേരി നദിക്ക് മറ്റു ഉപദ്വീപീയ നദികളിൽ നിന്ന് ഒരു വിഭിന്നതയുണ്ട്. അതായത് മറ്റ് ഉപദ്വീപീയ നദികളെല്ലാം
നമ്മുടെ വേനൽക്കാലമാകുമ്പോഴേക്കും നന്നായി വറ്റി വരണ്ടു പോകും. അതേസമയം കാവേരി നദിയുടെ അവസ്ഥയോ, കാവേരി നദി അത്രയ്ക്കങ്ങ് വറ്റി വരളാറില്ല. അതിന് കാരണം എന്താണെന്ന് നോക്കാം. ഉപദ്വീപിലെ മറ്റു നദികളിൽ നിന്നും താരതമ്യം ചെയ്യുമ്പോൾ കാവേരി നദിയിൽ വർഷം മുഴുവൻ നീരൊഴുക്കും കാര്യമായ കുറവുണ്ടാകാറില്ല. ഉഷ്ണകാലത്ത് ഈ നദിയുടെ വൃഷ്ടി പ്രദേശത്ത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ മഴയും ശൈത്യകാലത്ത് വടക്കുകിഴക്കൻ മൺസൂൺ മഴയും ലഭിക്കുന്നതാണ് ഇതിന് കാരണം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മുടെ കാവേരി നദി എന്ന് പറയുന്നത് ഒരു വറ്റി വരണ്ട് പോകാറില്ല. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികളാണ്. നർമ്മദാ നദിയും താപ്തി നദിയുമാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പ്രധാന ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. നർമ്മദ, താപ്തി എന്നീ നദികൾ മധ്യ ഉന്നത തടത്തിലെ ഉയർന്ന പ്രദേശങ്ങളിലാണ് ഉത്ഭവിക്കുന്നത്. മാർബിൾ ശിലകളിൽ കടഞ്ഞെടുത്ത ചെങ്കുത്തായ താഴ്വരയും ജബൽപൂരിന് സമീപമുള്ള ധുവാൻധാർ വെള്ളച്ചാട്ടവും സർദാർ സരോവർ വിവിധോദ്ദേശ നദീതട പദ്ധതിയും നർമ്മദാ നദിയെ ശ്രദ്ധേയമാക്കുന്നു. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ധുവാൻധാർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണെന്ന്. ധുവാൻധാർ വെള്ളച്ചാട്ടം ജബൽപൂർ, അതായത് മധ്യപ്രദേശിലാണ്. നമ്മുടെ ധുവാൻധാർ വെള്ളച്ചാട്ടം നർമ്മദാ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്, മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അറിഞ്ഞിരിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി നർമ്മദാ നദി ഉത്ഭവിക്കുന്നത് മധ്യപ്രദേശിലെ അമർഖാൻ പ്ലേറ്റോയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് ഹിരണും ബെൻസാറും ആണ്. ഇത് എങ്ങോട്ടേക്കാണ് ചെന്ന് പതിക്കുന്നത്? അറബിക്കടലിലേക്കാണ്. അതുകൊണ്ട് തന്നെ മധ്യപ്രദേശിലൂടെയും മഹാരാഷ്ട്രയിലൂടെയും ഗുജറാത്തിലൂടെയും ഒഴുകി ഈ സംഭവം എവിടെ പതിക്കുന്നു? അറബിക്കടലിൽ പതിക്കുന്നു. ഇനി താപ്തി നദി. താപ്തി നദി ആണെങ്കിൽ എന്താണ്? മുൾട്ടായി കുന്നുകളിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത്. മുട്ടായി താന്നങ്ങ് ഓർത്തിരുന്നാൽ മതി, അപ്പൊ മുൾട്ടായി കുന്നുകൾ നമുക്ക് കിട്ടി. താപ്തി നദിയുടെ പ്രധാന പോഷക നദികളാണ് പൂർണ, ഗിർണ എന്നൊക്കെ പറയുന്നത്. ഇനി മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനത്തിലൂടെ ഒഴുകി അത് അറബിക്കടലിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. നർമ്മദാ നദിയും താപ്തി നദിയും കഴിഞ്ഞു. ഇനി നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന് പറയുന്ന ഒരു ജനകീയ പ്രക്ഷോഭത്തിനെ പറ്റിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. നർമ്മദാ നദിയിലാണ്, നമ്മൾ അത് അറിഞ്ഞിരുന്നാൽ മതിയാകും. നർമ്മദാ നദിയിലാണ് ഈ പറഞ്ഞ നർമ്മദാ ബച്ചാവോ ആന്തോളൻ എന്ന സാമൂഹിക പ്രക്ഷോഭം നടന്നത്. നമുക്ക് പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ അറബിക്കടലിൽ പതിക്കുന്ന നദികളുമുണ്ട് ഉപദ്വീപീയ നദികളിൽ, അതുപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളുമുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഗംഗയിലേക്കും ഗംഗയുടെ പോഷക നദിയായ യമുനയിലേക്കും ചെന്ന് പതിക്കുന്ന, അതായത് ഹിമാലയൻ നദികളായ ഗംഗയും ഗംഗയുടെ പോഷക നദിയായ യമുനയിലേക്കും ചെന്ന് പതിക്കുന്ന ഉപദ്വീപീയ നദികളുമുണ്ട്. അതിൽ ഒരു നദിയാണ് ചമ്പൽ നദി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉള്ള യമുനയിലേക്കും ഗംഗയിലേക്കും ഒക്കെ ചെന്ന് പതിക്കുന്ന മറ്റു നദികളാണ് ബെൻ, കേട്വ എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന ഉപദ്വീപീയ നദികളിൽ നിന്ന് ഉപദ്വീപീയ നദിയായി ഉത്ഭവിച്ച് അത് ഹിമാലയൻ നദികളിൽ ചെന്ന് പതിക്കുന്നവയാണ്. അപ്പം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന ചമ്പലിനെ പറ്റിയാണ്. അതുപോലെ തന്നെ ചമ്പൽ നദിയെ പറ്റി അറിയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് റവൈൻസ് എന്ന് പറയുന്നത്. മേ ബി നമുക്ക് ഇനിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് റവൈൻസ് എന്ന് പറയുന്നത് ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്. അത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചെരുവുകളിൽ ചെമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായി അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതിയെ അറിയപ്പെടുന്നത്. അതാണ് റവൈൻസ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ചോദിച്ചിട്ടുണ്ട്, ഉപദ്വീപീയ നദികൾ പൊതുവെ ജലഗതാഗതത്തിന് യോഗ്യമല്ല, എന്തായിരിക്കും കാരണം? എന്തായിരിക്കും അതിന് കാരണം അവ മഴക്കാലത്ത് മാത്രമാണ് ജലസമൃദ്ധമായിട്ടുള്ളത്. വേനൽക്കാലത്ത് ആ സംഭവം വറ്റി വരണ്ടു പോകും. പിന്നെ അവിടെ ജലഗതാഗതം നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഉപദ്വീപീയ നദികൾ പൊതുവെ ജലഗതാഗതത്തിന് യോഗ്യമല്ലാത്തത്. ഈ പറയുന്ന ജലഗതാഗതത്തിന് കൂടുതൽ യോഗ്യമായിട്ടുള്ളത് നമ്മുടെ ഹിമാലയൻ നദികളാണ്. വെരി വെരി ഇമ്പോർട്ടന്റ് ടേബിൾ ആണ് ഇത്. പല നദീതട പദ്ധതികളും അത് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നും അത് ഏത് സംസ്ഥാനത്തിലാണ് എന്നുള്ളതും. ഹിരാക്കുഡ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഹിരാക്കുഡ് എന്ന് പറയുന്നത്, ഹിരാക്കുഡ് ഏത് നദിയിലാണ്? മഹാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാനദിയിലാണ് ഹിരാക്കുഡ് ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. നമ്മുടെ സംസ്ഥാനം ഒഡീഷയാണ്. ഇനി തുംഗഭദ്ര എന്ന് പറയുന്നത് തുംഗഭദ്ര നദിയിൽ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എളുപ്പമായി തുംഗഭദ്ര എന്ന് പറയുന്നത് കൃഷ്ണയുടെ പോഷക നദിയാണ്. കർണാടക സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സർദാർ സരോവർ നർമ്മദാ നദിയിലാണ്, ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് കൃഷ്ണരാജസാഗർ. ഓപ്ഷനിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ഓപ്ഷൻ എ ഓപ്ഷനായിട്ട് തന്നെ കൃഷ്ണ നദി കാണും. കൃഷ്ണരാജസാഗർ ഓർത്തിരിക്കുക, കാവേരി നദിയിലാണ്, കർണാടക സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായിട്ട് വരുന്നത് നിസാം സാഗർ ആണ്, ഗോദാവരി നദിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇത് മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റു നദീതട പദ്ധതികൾ അറിഞ്ഞിരിക്കണ്ട എന്നല്ല, SSCRT തന്നിരിക്കുന്ന ഈ നദി പദ്ധതികൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു വിവിധോദ്ദേശ പദ്ധതി എന്താണെന്നൊക്കെ ഉള്ള ദാമോദർ വാലി വിവിധോദ്ദേശ പദ്ധതി നമ്മൾ വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ്. എന്താണ് ഈ വിവിധോദ്ദേശ പദ്ധതി എന്ന് പറയുന്നത്?
ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾക്ക് സാധ്യമാകുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ. വെള്ളപ്പൊക്ക നിയന്ത്രണം, ജലസേചനം, ജലവൈദ്യുതോൽപാദനം, ഉൾനാടൻ ജലഗതാഗതം, മത്സ്യബന്ധനം, വിനോദസഞ്ചാരം തുടങ്ങിയവയാണ് ഇത്തരം പദ്ധതികളിൽ ചില പ്രധാന ഉദ്ദേശങ്ങൾ. അതായത് പല ഉദ്ദേശത്തോടു കൂടി തുടങ്ങുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ പദ്ധതികൾ എന്ന് പറയുന്നത്. സർദാർ സരോവർ എന്ന് പറയുന്ന ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ്. ദാമോദർ വാലി പദ്ധതി ഒരു വിവിധോദ്ദേശ പദ്ധതിയാണ്. അങ്ങനെ ഏകദേശം നമ്മൾ നദികളെ പറ്റിയുള്ളതും തീർന്നു. ഇനി നമുക്ക് പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങളെ പറ്റിയാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഫസ്റ്റ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ മെയിൻ ആയിട്ടും 70 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക വർഷതാപം, അതായത് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കണ്ടുവരുന്ന സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളെ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നും വരണ്ട ഇലപൊഴിയും കാടുകൾ എന്നും പറയുന്നു. ഇതിൽ ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ മുതൽ 200 സെന്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. പശ്ചിമഘട്ടത്തിന്റെ കിഴക്കൻ ചെരുവുകളിൽ പൊതുവെ കണ്ടുവരുന്ന ഇത്തരം സസ്യജാലങ്ങളാണ്. കൂടാതെ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളുടെ കുന്നുകളിലും ഛോട്ടാ നാഗ്പൂരിലും ഇത്തരം സസ്യജാലങ്ങളുണ്ട്. തേക്ക്, സാൽ, ശിഷം, മൗവ, ചന്ദനം തുടങ്ങിയ വൃക്ഷങ്ങൾ ഈ വനങ്ങളിൽ പൊതുവായി കാണപ്പെടുന്നു. ഓക്കെ, ആർദ്ര ഇലപൊഴിയും കാടുകൾ 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയ്ക്ക് മഴ ലഭിക്കുന്ന പ്രദേശമാണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി വരണ്ട ഇലപൊഴിയും കാടുകൾ 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയ്ക്ക് മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. ഇനി മഴ തീരെ കുറഞ്ഞ മേഖലകളോട് അടുക്കുമ്പോൾ ഇത് മുൾക്കാടുകളായും കുറ്റിച്ചെടികളായും മാറുന്നു. വരൾച്ചാക്കാലം എത്തുന്നതോടെ ഈ സസ്യങ്ങൾ പൂർണ്ണമായും ഇല പൊഴിയുകയും വനങ്ങൾ ഇലകളില്ലാത്ത സസ്യങ്ങൾ നിറഞ്ഞ പുൽമേടുകളായി മാറുന്നു. ഈ രണ്ടാമത്തെ സസ്യജാലമാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ എന്ന് പറയുന്നത്. അതായത് 75 സെന്റിമീറ്റർ താഴെ വാർഷിക വർഷതാപം ലഭിക്കുന്ന ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളിലാണ് ഇത്തരം സസ്യജാലങ്ങൾ കാണുന്നത്. അടുത്തത് ഇവിടെയായി കാണപ്പെടുന്നതാണ് ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന് പറയുന്നത്. പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളായ പശ്ചിമഘട്ടം, വിന്ധ്യാനിരകൾ, നീലഗിരി കുന്നുകൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങൾ പൊതുവെ ദക്ഷിണ പർവ്വത വനങ്ങൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്താം. ഇവിടങ്ങളിൽ 1500 മീറ്റർ കൂടുതൽ ഉയരമുള്ള ഇടങ്ങളിൽ മിതോഷ്ണ സസ്യങ്ങളും താഴേക്ക് വരുമ്പോൾ ഉപോഷ്ണ സസ്യങ്ങളും കാണപ്പെടുന്നു. നീലഗിരി, പളനിമല, ആനമല നിരകളിൽ ഉപോഷ്ണ സസ്യങ്ങളും ചോലവനങ്ങളുമാണ്. നമുക്കറിയാലോ, നമ്മുടെ നാഷണൽ പാർക്ക്, ദേശീയ ഉദ്യാനമായ ഇരവികുളം നാഷണൽ പാർക്ക് ഇരിക്കുന്നതും അവിടെ ആനമുടി ചോലയെ പറ്റിയും പാമ്പാടും ചോല, നമ്മുടെ ചോലവനങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ നാഷണൽ പാർക്ക്, കേരളത്തിലെ നാഷണൽ പാർക്ക് പഠിക്കുമ്പോൾ തന്നെ പഠിക്കുന്നതാണ്. അപ്പം നീലഗിരി, പളനി, ആനമല നിരകളുള്ള ഉപോഷ്ണ സസ്യജാലങ്ങളെ എന്താണ് വിളിക്കുന്നത്? അതിനെ ചോലവനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനങ്ങളെ പറ്റിയാണ് നോക്കാനുള്ളത്. ഉപദ്വീപീയ പീഠഭൂമിയിലുള്ള പ്രധാന മണ്ണിനങ്ങളാണ് കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വത മണ്ണ് എന്നിവ. ഇനി ഇതിനകത്ത് തനതിട മണ്ണിനങ്ങളും വഹിച്ചുകൊണ്ടുവരുന്ന മണ്ണിനങ്ങളും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു പ്രദേശത്തുള്ള ശിലകളിൽ നിന്നും രൂപപ്പെട്ട അത് ആ സ്ഥലത്ത് തന്നെ നിലകൊള്ളുകയാണെങ്കിൽ അതിനെ തനതിട മണ്ണിനങ്ങൾ എന്നറിയപ്പെടുന്നു. അതായത് കറുത്ത മണ്ണ് എന്നറിയപ്പെടുന്ന അതിനൊരു എക്സാമ്പിൾ ആണ്. ഇനി എക്കൽ മണ്ണ് എന്ന് പറയുന്നത് അതെങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? നദികളോ കാറ്റോ ഒക്കെ വഹിച്ചുകൊണ്ട് വരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഉണ്ടാകുന്ന മണ്ണിനങ്ങളാണല്ലോ. അതായത് അവിടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സംഭവിച്ചിട്ടില്ലേ, അങ്ങനെയുള്ള മണ്ണിനങ്ങളെ വഹിച്ചുകൊണ്ട് വരുന്ന മണ്ണിനങ്ങൾ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. അതായത് തനതിട മണ്ണിനങ്ങൾക്ക് എക്സാമ്പിൾ കറുത്ത മണ്ണും ട്രാൻസ്പോർട്ടഡ് സോയിൽസിന് എക്സാമ്പിൾ എക്കൽ മണ്ണുമാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ മണ്ണിനങ്ങളിലേക്ക് തന്നെ വരാം. അവിടുത്തെ ഫസ്റ്റ് ആണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. കറുത്ത മണ്ണ് എന്ന് പറയുമ്പോഴും ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് അതിവിശാലമായ ലാവാ പീഠഭൂമിയാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക് ദീർഘകാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. അതായത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ ഭാഗികമായും കറുത്ത മണ്ണ് കാണപ്പെടുന്നു. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു കറുത്ത മണ്ണ് ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. പരുത്തി കൃഷിക്ക് അനുയോജ്യമായതുകൊണ്ട് തന്നെ ഇതിനെ പരുത്തി മണ്ണ് എന്നും, അതുപോലെ തന്നെ റിഗർ സോയില് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ കറുത്ത മണ്ണിനെ തന്നെയാണ്. ബ്ലാക്ക് സോയില്, കറുത്ത മണ്ണ് ഇതെല്ലാം സെയിം മണ്ണാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ്.
പ്രധാനമായും അത് കാണപ്പെടുന്നത് മഹാരാഷ്ട്ര, മധ്യപ്രദേശിലാണ്. കാരണം പരുത്തി കൃഷി ഏറ്റവും കൂടുതൽ നടക്കുന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ പരുത്തി കൃഷി ഉള്ളത്. അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലും ഉണ്ട്. ഏറ്റവും കൂടുതൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന മഹാരാഷ്ട്രയിലും മധ്യപ്രദേശിലുമാണ്. ഭാഗികമായിട്ട് തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലുമുണ്ട്. കേരളത്തിലും കാണപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാം. കേരളത്തിലെ പാലക്കാടുള്ള ചിറ്റൂർ താലൂക്കിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്താണ് ചെമ്മണ്ണ് എന്ന് പറയുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണുണ്ടാകുന്നത്. പൊതുവെ ചെമ്മണ്ണ് എന്ന് വിളിക്കുമെങ്കിലും ചിലയിടങ്ങളിൽ ഇതിന് തവിട്ട്, ചാരം, മഞ്ഞ തുടങ്ങിയ നിറങ്ങളിലാണ് കാണപ്പെടുന്നത്. ഈ മണ്ണിൽ വലിയ തോതിൽ അടങ്ങിയിട്ടുള്ള ഇരുമ്പിന്റെ സാന്നിധ്യമാണ്, അതായത് അയൺ ഓക്സൈഡിന്റെ സാന്നിധ്യമാണ് ഇതിന് റെഡ് സോയിൽ എന്ന പേരിൽ അറിയപ്പെടുന്നതിന് കാരണമാകുന്നത്. ഇനി അടുത്താണ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയുന്നത്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സോയിൽ ഏതാണ്? ലാറ്ററൈറ്റ് സോയിലാണ്. അതായത് കേരളത്തില് 65% കാണപ്പെടുന്ന ലാറ്ററൈറ്റ് സോയിലാണ്. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് തുടങ്ങിയ ലവണങ്ങൾ ഊർന്നിറങ്ങി പ്രക്രിയയിലൂടെ നീക്കം ചെയ്യപ്പെടുന്നതിന്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുന്നത്. പൊതുവെ ഫലഭൂഷ്ടി കുറഞ്ഞ ഈ മണ്ണിനും കൃഷിയോഗ്യമല്ലെങ്കിലും വളപ്രയോഗത്തിലൂടെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തുടങ്ങിയ തോട്ടവിളകൾക്കായി വൻതോതിൽ പ്രയോജനപ്പെടുന്നു. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇനി അടുത്തത് പർവ്വത മണ്ണ് എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യയിൽ പർവ്വത മണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. കർണാടക, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖലാ പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വത മണ്ണ് അനുയോജ്യമാണ്. ഇനി നമ്മൾ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന കൃഷിയിലേക്ക് കിടക്കുകയാണ്. നെല്ല്, ഗോതമ്പ്, പരുത്തി, കരിമ്പ്, പുകയില തുടങ്ങിയ വിളകൾ, തോട്ടവിളകളായ കാപ്പി, തേയില തുടങ്ങിയവയും ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിളകളാണ്. ഇതിൽ ഫസ്റ്റ് കാപ്പി എന്ന് പറയുന്നത്, അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ്? കർണാടകയാണ്. കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത്. കേരളം എത്രാം സ്ഥാനത്താണ്? കേരളം 2-ാം സ്ഥാനത്താണുള്ളത്. അറബിക്ക, റോബസ്റ്റ എന്നീ ഇനങ്ങളിലുള്ള മുന്തിയ തരം കാപ്പി ഇനങ്ങളാണ് മുഖ്യമായും കൃഷി ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി കൃഷി ചെയ്യുന്ന സംസ്ഥാനം, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാപ്പി ഇനം ഏതാണെന്ന്? അറബിക്ക, റോബസ്റ്റ. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാപ്പി ഇനം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് തേയില എന്ന് പറയുന്നത്. തേയില എന്ന് പറയുമ്പോൾ പീഠഭൂമിയിൽ തേയില കൃഷി പ്രധാനമായും വ്യാപിച്ചു കിടക്കുന്നത് തമിഴ്നാട്, കർണാടക, കേരളം എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. എന്നാൽ തേയില കൃഷി 1-ാം സ്ഥാനം ഏതാണത്? ആസാമാണ്. അങ്ങ് വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലേക്ക് പോയി ഈ പീഠഭൂമി തേയില കൃഷി ചെയ്യുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് തമിഴ്നാടും കർണാടകയും കേരളവുമാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇനി നമ്മളിപ്പോ കാപ്പി കൃഷിയെ പറ്റിയൊക്കെ പറഞ്ഞു. കർണാടകയാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഈ കാപ്പി കൃഷി ഇന്ത്യയിൽ കൊണ്ടുവന്നത് ആരാണ് എന്നെങ്ങാനും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? അത് ബാബാ ബുധനാണ്. അതായത് ഒരു മുസ്ലിം പുരോഹിതന് ഒരു 4 കാപ്പിക്കുരുവുമായിട്ട് കർണാടകയിൽ എത്തി എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം അവിടെ കർണാടകയിലെ ചിക്മംഗലൂരുവിൽ കൊണ്ടുപോയി അത് കൃഷി ചെയ്യുകയും പിന്നീട് ആ കൃഷി അവിടെ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതായത് കൃഷിക്ക് അനുയോജ്യമായ ഒരു മണ്ണാണ് കർണാടകയിൽ എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ കാപ്പി കൃഷിക്ക് അനുയോജ്യമായത് അവിടെ വിപുലീകരിക്കുകയും പിന്നീട് ബ്രിട്ടീഷ് കാലത്ത് നന്നായി കാപ്പി കൃഷി ഇവിടെ ചെയ്യുകയും അത് കയറ്റുമതി ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ പേര് ഓർത്തിരിക്കുക. ബാബാ ബുധനാണ് കാപ്പി കൃഷി ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തത്. ഇനി അടുത്തതാണ് നമ്മുടെ കരിമ്പ് കൃഷി എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലാണ് കൂടുതൽ കരിമ്പ് കൃഷി ഉള്ളതെങ്കിലും കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡെക്കാൻ പീഠഭൂമി പ്രദേശമാണ്. അറിയാം, കരിമ്പ് കൃഷി ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ്? ഉത്തർപ്രദേശാണ്. അത് ഏത് ഭൂപ്രകൃതിയിലുള്ളതാണ്? ഉത്തര മഹാസമുദ്രത്തിലുള്ളതാണ്. എന്നിരുന്നാലും കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് അത് ഡെക്കാൻ പീഠഭൂമി തന്നെയാണ്. അതേപോലെ തന്നെ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ് കറുത്ത മണ്ണ്, അതുപോലെ തന്നെ കാലാവസ്ഥയും അനുകൂലമായിട്ടുള്ളത് ഡെക്കാൻ പീഠഭൂമി തന്നെയാണ്. ഇവിടുത്തെ അനുകൂല ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഡെക്കാൻ പീഠഭൂമിയിലെ കറുത്ത ലാവാ മണ്ണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കറുത്ത ലാവാ മണ്ണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണെന്ന്. ഇനി ഉഷ്ണമേഖലാ കാലാവസ്ഥയും ദീർഘമായ വിളവെടുപ്പ് കാലവും. ഉഷ്ണമേഖലയിൽ വിളയുന്ന കരിമ്പിലെ താരതമ്യേന ഉയർന്ന അളവിലുള്ള സൂക്രോസ് അംശം. ഇതൊക്കെ കാരണം കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ ഒരു മേഖലയാണ് നമ്മുടെ ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, കരിമ്പ് ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തെ സംസ്ഥാനം ഏതാണെന്ന്. അതൊരിക്കലും നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിലല്ല, ഉത്തർപ്രദേശിലാണ്. അതായത് ഉത്തര മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തർപ്രദേശിലാണ് കരിമ്പ് ഉൽപാദനം ഏറ്റവും കൂടുതലുള്ളത്. അടുത്തത് പ്രധാനമായും ഒരു കാർഷിക വിള തന്നെയാണ് നമ്മുടെ പരുത്തി എന്ന് പറയുന്നത്. 21
ഡിഗ്രി മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷതാപവുമാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായത്. ഇത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ നന്നായി ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. ഡെക്കാൻ, മാൾവ പീഠഭൂമി പ്രദേശങ്ങളിലെ കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായത്. രാജ്യത്തെ ആകെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ഗുജറാത്തിനും 2-ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കുമാണ്. അറിഞ്ഞിരിക്കുക. ഇവിടെ നമുക്കൊരു കൺഫ്യൂസിംഗ് ഫാക്ട് വരുന്നത്, ഏറ്റവും കൂടുതൽ പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ അത് തീർച്ചയായും ഗുജറാത്ത് ആണ്. എന്നാൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കോട്ടൺ ഓഫ് പോളിസ് എന്നറിയപ്പെടുന്ന മുംബൈ തുറമുഖത്തിൽ നിന്നാണ് കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് മഹാരാഷ്ട്രയെ മാറിയത്. പക്ഷെ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. ഇനി ഈ പറയുന്ന നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാണപ്പെടുന്ന ഛോട്ടാ നാഗ്പൂർ പോലുള്ള പീഠഭൂമികള് ധാതുക്കളുടെ കലവറയാണെന്ന് പറഞ്ഞു. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ ധാതുക്കളുടെ ഹൃദയഭൂമി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാള്, ഒഡീഷ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു മേഖല. കൽക്കരി, ഇരുമ്പയിര, മാംഗനീസ്, മൈക്ക, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാരാളം ലോഹ അലോഹ ധാതുക്കൾ സമൃദ്ധമാണ് ഇവിടെ. ധാതു വിഭവങ്ങളുടെ ലഭ്യതയ്ക്കനുസരിച്ച് ഉപദ്വീപീയ പീഠഭൂമിയെ വിവിധ ധാതു മേഖലകളായി നമുക്ക് തിരിക്കാം. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ ധാതു മേഖലയാണ് ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമികൾ. ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായി ഈ മേഖല വ്യാപിച്ചു കിടക്കുന്നു. കൽക്കരി, ഇരുമ്പയിര, മാംഗനീസ്, അഫ്രം, ബോക്സൈറ്റ്, ചെമ്പ് തുടങ്ങിയ ധാതുക്കൾ ഈ മേഖലയിൽ ഖനനം ചെയ്യുന്നു. രണ്ടാമത്തെ വിഭാഗമാണ് മധ്യമേഖല എന്നറിയപ്പെടുന്നത്. ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു. മധ്യമേഖലയിലെ മാംഗനീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, മാർബിൾ, കൽക്കരി, അഫ്രം, ഇരുമ്പയിര്, ഗ്രാഫൈറ്റ് തുടങ്ങിയ ധാതുക്കൾ സുലഭമാണ്. അടുത്താണ് ദക്ഷിണ മേഖല എന്ന് പറയുന്നത്. കർണാടക പീഠഭൂമിയോടും അതിനോട് ചേർന്ന് കിടക്കുന്ന തമിഴ്നാട് ഭാഗങ്ങളിലും ഉൾപ്പെട്ട ഈ മേഖലയിൽ ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് തുടങ്ങിയവയുണ്ട്. നമുക്കറിയാലോ, ലിഗ്നൈറ്റ് തമിഴ്നാട്ടിലെ ലിഗ്നൈറ്റിന് പ്രശസ്തമായ സ്ഥലം ഏതാണ്? നെയ്വേലിയാണ്. അപ്പോൾ ദക്ഷിണ മേഖലയിൽ കൂടുതലായിട്ട് ഇരുമ്പയിര്, ബോക്സൈറ്റ്, ലിഗ്നൈറ്റ് ഒക്കെയാണ് ഖനനം ചെയ്യുന്നത്. ഈ തെക്ക് പടിഞ്ഞാറൻ മേഖലയിലേക്ക് വരികയാണ്. പടിഞ്ഞാറൻ കർണാടകയും ഗോവയും ചേർന്ന ഈ മേഖലയിൽ ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയവയാണ്. മർമ്മഗോവ ഇരുമ്പയിരിന് ഏറ്റവും പ്രശസ്തമായ ഒരു സ്ഥലമല്ല. അപ്പൊ ഇവിടെ ഇരുമ്പയിര്, കളിമണ്ണ് തുടങ്ങിയവയാണ് തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ ധാരാളമായി വരുന്നത്. ഇനി വടക്ക് പടിഞ്ഞാറൻ മേഖലയാണ്. രാജസ്ഥാനിലെ ആരവല്ലി നിരിയും അതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിന്റെ ഭാഗങ്ങളും ചെമ്പ്, ഈയം, സിങ്ക്, യുറേനിയം, മൈക്കം തുടങ്ങിയവയും സമ്പന്നമാണ് വടക്ക് പടിഞ്ഞാറൻ മേഖല എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായി, അടുത്ത ഒരു SSCRT ചാപ്റ്ററുമായി വരുന്നത് വരെ ഓക്കെ, ബൈ, സീ യു അഗൈൻ.